ഹലോ പ്രജിക്കൂസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ആഫ്റ്റർ എ ലോങ് ടൈം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ്. ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തു ഉണ്ട്, അമിത് ഉണ്ട്, പിന്നെ അതുലുണ്ട്, പിന്നെ ജോയൽ ചെറിയാനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. 5 പേര് തമ്മിലാണ് പോണത്. 2 പേര് കിടക്ക്. അപ്പൊ കുറെ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇപ്പൊ അങ്കമാലി KSRTC സ്റ്റാൻഡിലാണ് ഇപ്പൊ നിൽക്കണത്. ഇവിടെ 7:40 നേരെ മൂന്നാർക്ക് KSRTC ബസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യണം. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേറെ കാറൊക്കെ വിളിച്ചിട്ടാണ് ഓരോ പ്ലേസിലൊക്കെ പോണത്. അപ്പൊ പോണ കാഴ്ചകളൊക്കെ കാണിച്ചത്. ഇപ്പൊ അമിതും അനന്തും വന്നിട്ടുണ്ട്. ഇനി അതിലും ജോയിൻ ചെറിയാൻ ഇനി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഞങ്ങൾ പോസ്റ്റാണ്. ഓക്കെ, ഞാൻ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ലൊരു വിൻറ്റേജ് ലുക്കുള്ള ഒരു KSRTC കണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുണ്ട്. കറക്റ്റ് വിൻറ്റേജ് വണ്ടി തന്നെയാണ്, പണ്ട് കാലങ്ങളിലൊക്കെ യൂസ് ചെയ്തിരുന്ന വണ്ടി. ഇപ്പൊ ഇതെന്തോ വർക്ക്ഷോപ്പ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യണ വണ്ടിയാണ് തോന്നുന്നത്. ജോയലും അതിലും കൂടി ചാലക്കുടിന്ന് അവിടെ നിന്ന് KSRTC ബസ്സിൽ നിന്ന് വരുന്നോണ്ടൊക്കെയാണ്. അപ്പൊ അവര് കുറച്ച് ലേറ്റ് ആവും. അപ്പൊ അവർക്ക് ചായ കുടിക്കണം. ഇവന്മാര് ചായ കുടിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു ചായ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ 184 രൂപ ഈ ഐറ്റംസിനൊക്കെ ആയിട്ടുണ്ട്. KSRTC കാന്റീൻ. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു. ബസ്സിൽ ജോയൽ ചെറിയാനും അതിലും വന്നു. പിന്നെ ഞങ്ങൾ നേരെ അങ്കമാലി സ്റ്റാൻഡിനോട് വിട പറയുകയാണ്. ഇനി നേരെ ആനച്ചാലിലോട്ട്. ഓക്കെ, ബസ്സിൽ നിന്ന് ഇനി നേരെ മൂന്നാറേക്ക് വരികയാണ്. ഓക്കെ, അങ്ങനെ 5 പേർക്കും കൂടി 405 രൂപ അങ്കമാലി ടു ആനച്ചാൽ. We are going to Munnar, guys. This troublemaker. Sorry, I'm introducing you. This is Sorry. Now, I like it. മൂന്നാറ് പോണ നല്ലൊരു മനോഹരമായ കാടിന്റെ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. അതെ, ഗവൺമെന്റിന്റെ വണ്ടിയൊക്കെ എടുത്ത് നല്ല VIP സ്റ്റൈലിലാണ് പോണത്. ഓക്കെ, അതിമനോഹരമായ മൂന്നാറിന്റെ വൈബെല്ലാവരും ആസ്വദിക്കുമ്പോൾ നല്ല ഉറക്കം. പണിക്കുമായിട്ട് തിരിച്ചിട്ട് ഇപ്പൊ ലേറ്റ് ആയി ഗൈസ്. അതിട്ട് പാവം പിന്നെ ക്ഷീണം കൊണ്ടാണേ. പാവം മാത്രം എന്തെങ്കിലും. അതെ, ഇതിന് മാത്രം എന്താ ക്ഷീണം അല്ല, ഇതിന് മാത്രം എന്താ ക്ഷീണം.
അങ്ങനെ അതിനീട യാത്രയ്ക്ക് ശേഷം ഞങ്ങളിതാ വെട്ടിത്തിളങ്ങുന്ന ആനച്ചാലിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പൊ ഗായ്സ് ഞങ്ങളിപ്പോ ആനച്ചാൽ എത്തിയിരിക്കുന്നു. ഇനി നേരെ ഞങ്ങളുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ നോക്കണം. റിസോർട്ട് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിലാണ് എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പൊ അങ്ങനെ ഒടുവിൽ റിസോർട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് എല്ലാ സൂക്ഷിച്ചു എല്ലാം വ്ളോഗിൽ വിടുന്നു കേട്ടോ. ചോറി ഇവിടെ മാത്രം വ്യൂ ആണ്. നോക്കി കിട്ടുന്ന വ്യൂ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ റൂം റിസപ്ഷനിൽ ചോദിച്ചപ്പോ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുക. അത് കാരണം ഞങ്ങളിപ്പോ എല്ലാരും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അയ്യടാ ചാടി ready, 1 ഓ ചോറി വ്യൂ ഉണ്ട. ഒരു കാടിന്റെ വ്യൂ ഉണ്ട്, വേറൊന്നുമില്ല. അപ്പൊ ഗൈസ് ഇപ്പൊ ജീപ്പെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങളിപ്പോ മാട്ടുപ്പെട്ടി ആ ഭാഗത്ത് പോകാനുള്ള പ്ലാനാണ്. ശരിക്കും പ്ലാനിങ് ഞാൻ ചോദിക്കട്ടെ, എവിടെയൊക്കെയാണ് ഈസിയായിട്ട് എത്താൻ പറ്റണത്. ഞങ്ങളെല്ലാവരും ജീപ്പ് വെയിറ്റിംഗ് ആണ്. സോ ഇതാണ് ഞങ്ങൾ പോകാൻ പോണ ജീപ്പ്. പെർ ഹെഡ് 600 റുപ്പീസാണ്. മാട്ടുപ്പെട്ടിയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ.